കേരള പോലീസിനെതിരെ കടുത്ത വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പോലീസുകാർ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാട്ടുകയാണെന്ന് അദ്ദേഹം വിമർശിച്ചു. പോലീസ് അതിക്രമത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഷാഫി പറമ്പിൽ എം.പിയെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഗൂഢാലോചന നടത്തി മനഃപൂർവ്വമാണ് ഷാഫി പറമ്പിൽ എം.പിയെ പോലീസ് ആക്രമിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. 1000-ലധികം പേരുണ്ടായിരുന്ന UDF പ്രകടനത്തെയാണ് പോലീസ് തടുത്തു നിർത്തിയത്. 50 പേർ മാത്രമുണ്ടായിരുന്ന CPM-കാരെയാണ് പോലീസ് മാറ്റേണ്ടിയിരുന്നത്. എന്നാൽ അതുണ്ടായില്ല. ലാത്തി ചാർജിന് ഉത്തരവില്ലാതെയായിരുന്നു പോലീസുകാരുടെ അതിക്രമം. DYSP-ആണോ ഗ്രനേഡ് എറിയുന്നതെന്നും വി.ഡി. സതീശൻ ചോദിച്ചു. ആൾക്കൂട്ടത്തിന് നേരെയല്ല ഗ്രനേഡ് എറിയേണ്ടതെന്നും അതിനൊക്കെ ഒരു നടപടിക്രമമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആളില്ലാത്ത സ്ഥലത്തേക്ക് ഗ്രനേഡ് എറിഞ്ഞ് അതിന്റെ പുക കൊണ്ടിട്ടാണ് ആളുകൾ പിരിഞ്ഞു പോവേണ്ടത്. ഒരു പ്രവർത്തകന്റെ മുഖത്തേക്കാണ് പോലീസ് ഗ്രനേഡ് എറിഞ്ഞത്. ഇതിൽ പ്രവർത്തകന്റെ മുഖത്തിന് ഗുരുതരമായി പരിക്കേറ്റു. സീനിയർ പോലീസ് ഉദ്യോഗസ്ഥൻ ഗ്രനേഡ് എറിയുന്നത് ആദ്യമായാണ് കാണുന്നതെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് പോലീസ് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാട്ടുകയാണെന്നും കൂട്ടിച്ചേർത്തു. ഷാഫി പറമ്പലിനെ ആക്രമിക്കാൻ നടത്തിയ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണമെന്നും മുതിർന്ന ഉദ്യോഗസ്ഥരടക്കമുള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇതൊരു ഗൂഢാലോചന നടത്തി മനഃപൂർവ്വമായി ഷാഫി പറമ്പലിനെ ആക്രമിച്ചാണ്. കാരണം പോലീസ് പറയുന്നത് 1000-ലധികം വരുന്ന UDF-ന്റെ പ്രകടനത്തെ തടുത്തു നിർത്തുക പോലീസ്. തൊട്ടപ്പുറത്ത് 50 പേര് CPM-കാരുണ്ടെന്ന് പറയാ. അവരെ മാറ്റിയല്ലേ ബുദ്ധി. തടുത്തു നിർത്തിയിട്ട് ഇപ്പോൾ SP ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ലാത്തി ചാർജിന് ഉത്തരവില്ലാതെ, ഒരു വിസിലടിക്കാതെ, അവിടെ ഒരു ആളുകളെ ആക്രമിക്കുന്നതിനുള്ള ഒരു അന്തരീക്ഷവും ഇല്ലാത്ത ഒരു സമയത്താണ് ഈ പോലീസുകാർ അടിക്കുന്നത്. തലക്കടിക്കുന്നു ആദ്യം, പിന്നെ മുഖത്തടിക്കുന്നു. പിന്നെ ഞങ്ങളെല്ലാം ഒരുപാട് സമരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളാണ്. ഗ്രാനേഡ് എറിയുന്ന ഓഫീസേഴ്സാണ്, DYSP ആണ് ഗ്രാനേഡ് എറിയുന്നത്. അവനോടൊക്കെ പറഞ്ഞേക്ക് ഇത് കയ്യിൽ വെച്ചുകൊണ്ട് കിടന്ന് ആൾക്കൂട്ടത്തിന് നേരെയാണ് എറിയുന്നത്. ഗ്രാനേഡൊക്കെ എറിയുന്നതിന് ഒരു പ്രൊസീജിയർ ഉണ്ട് പോലീസിൽ. അത് ആളില്ലാത്ത സ്ഥലത്തേക്കാണ് എറിയുന്നത്. കാരണം അതിന്റെ പുക കൊണ്ടിട്ടാണ് ആളുകൾ പിരിഞ്ഞു പോകേണ്ടത്. അത് ആളുടെ മുഖത്തേക്കാണ്. മറ്റൊരു പയ്യന്റെ മുഖത്തേക്ക് എറിഞ്ഞിട്ടാണ് പൊട്ടിയിരിക്കുന്നത്. മുഖമാണ് തകർന്നു പോയിരിക്കുന്നത്. ഒരു സീനിയർ ഉദ്യോഗസ്ഥനാണ്, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ ഗ്രാനേഡ് എറിയുന്നത്. അപ്പൊ ഇവരൊക്കെ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുകയാണ്. അതൊക്കെ നമുക്ക് കൈയറിഞ്ഞുകൊള്ളാം പക്ഷേ ഈ ഗൂഢാലോചന ഇത് അന്വേഷിച്ചേ മതിയാവും. ഈ ഷാഫി പറമ്പിലിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അത് തുടർച്ചയായിട്ട് അത് പുറത്തു വന്നേ മതിയാവും. അതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ, മുതിർന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ, ആളുകൾക്കെതിരായി നടപടി സ്വീകരിച്ചേ മതിയാവും. നിങ്ങളോടൊന്നല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. അല്ല, ഏത് യോഗത്തിലാണ് പോയത്? ആ പരിപാടിയുടെ സംഘാടകൻ ആരായിരുന്നു? അതിലെ സ്വാഗത പ്രാസംഗികൻ ആരായിരുന്നു? അധ്യക്ഷൻ ആരായിരുന്നു? ആരുടെ പരിപാടിക്കാണ് ഈ CPM ഈ SP-മാരെയൊക്കെ വിടുന്നത്? സേവാദർശന്റെ പരിപാടിക്കോ? അവിടെ പോയിട്ടാണ് SP സംസാരിക്കുന്നത്. RSSന്റെ പരിപാടിക്ക് പോവാണോ? ആരാണ് ഇവരെ ഉത്തരവാദിത്തം? ആരാണ് ഇവരെ വിട്ടിരിക്കുന്നത്? അപ്പൊ എന്തും ചെയ്യാമെന്നുള്ള നിലയിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാര് പോവുകയാണ്. അപ്പൊ ഇത് ആവർത്തിക്കാൻ പാടില്ല. കർശനമായ നടപടി ഉണ്ടാവും ഉറപ്പായിട്ടും. ഞങ്ങളിത് നോക്കിക്കൊണ്ട് നിൽക്കില്ല ഉറപ്പായിട്ടും.